നമസ്കാരം, സുബർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എൻട്രൻസ് ക്ലാസ്സുകൾ ഇടുന്നില്ലായിരുന്നു. കാരണം ഇവിടെ കീമിന്റെ കാര്യം ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. അതിന്റെ കുറെ വീഡിയോസുകൾ ഒത്തിരി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത വർഷം നിങ്ങളൊക്കെ കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാം നമ്മളെ ക്ലാസ്സുകളും കാര്യങ്ങളും അതുപോലെ എൻട്രൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. മീൻസ് എൻട്രൻസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അഡ്മിഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ അതിന്റെ തിരക്കായിരുന്നു. ഒത്തിരി കുട്ടികൾക്ക് പ്രയോജനമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡേ ബൈ ഡേ അപ് ടു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ് ടു ഡേറ്റ് അല്ല, അപ് ടു ടൈം. ആ സമയത്ത് തന്നെ ആദ്യം നമ്മുടെ ചാനലിൽ കൂടെ കൃത്യമായിട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവർക്ക് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളും എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ കീമിന്റെ എൻട്രൻസിന് അടുത്ത വർഷമുണ്ട് നിങ്ങൾക്ക്, പക്ഷെ NDA 2 സെപ്റ്റംബറിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയും ഒക്കെയാണ് കേട്ടോ. ഇനി ഏത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നു നിങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അല്ലാതെ ഒരു എൻട്രൻസ് ഉണ്ടെങ്കിലേ ഞാൻ നല്ല ക്വസ്റ്റ്യൻ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. നമ്മളൊരു കോഴ്സിന് പോകുമ്പോൾ നല്ല ക്വസ്റ്റ്യൻ നല്ല ടഫ് ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി വരും. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസാണ് അവിടെ സ്പീഡ് ആക്കുന്നതും സിമ്പിൾ ആക്കുന്നതും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ് ആയിരിക്കും. മാക്സിമം സിംപ്ലിഫിക്കേഷൻസും കാര്യങ്ങളും ട്രിക്സുകളും എല്ലാം ഉണ്ടാവും. ഇനി സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. If sin of x plus y divided by sin of x minus y is equal to a plus b divided by a minus b, then what is tan x by tan y? ഇതൊരു നല്ലൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു പുതിയ സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഇതിനുള്ളിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയാണ് തരുന്നത്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് ബൈ ടാൻ വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു റിസൾട്ട് ഒന്ന് കാണിക്കാൻ പോവാണേ. പി ബൈ ക്യൂ ഈക്വൽ ടു എക്സ് ബൈ വൈ. ഇവിടെ എക്സ് ബൈ ഒക്കെ ഉണ്ടല്ലയോ, വേറെ വേരിയബിൾ എടുക്കാം. എം ബൈ എൻ. ഓക്കെ, പി ബൈ ക്യൂ ഈക്വൽ ടു എം ബൈ എൻ. അങ്ങനെയാണെങ്കിൽ കമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. കമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: പി പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ. അപ്പൊ റൈറ്റ് സൈഡും എം പ്ലസ് എൻ ബൈ എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ എന്ന് ഉള്ള പുതിയ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. ഇവിടെ അതുപോലെ തന്നെ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. ഇങ്ങനെ നമുക്ക് എഴുതിയാലും ആൻസർ ഒക്കെ ഈക്വലായിരിക്കും. ഒരു എക്സാമ്പിൾ കാണിക്കാം, നോക്കിക്കോ. ഇപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 5/10 ഈക്വൽ അല്ലേ? 1/2 5/10 ഈക്വൽ ആണോ അല്ലയോ? ഈക്വൽ ആണോ അല്ലേ? ശരിയല്ലേ? ഇത് 1/2 5/10 1/2 ഈക്വൽ ആണല്ലോ. അങ്ങനെ ഞാൻ ഈ ഓപ്പറേഷൻ നടന്ന് കാണിക്കാം. 1 + 2 by 1 - 2, 5 + 10 by 5 - 10. ഓക്കെ, ആൻസർ 1 + 2 എത്ര? 3 by -1. 5 + 10 എത്ര? 15 by -5. ആൻസർ വരുമ്പോൾ 3 by -1 -3, 15 by -3 തമ്മിൽ ഈക്വൽ ആയല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഇവിടെ അതൊരു ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അപ്പൊ ഞാൻ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ പ്ലസ് ഇത് എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. ഇവിടെ അതുപോലെ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. അപ്പൊ നോക്കിക്കേ, ആൻസർ വരുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ഡിനോമിനേറ്റർ വരുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ലെഫ്റ്റ് സൈഡ് ഓക്കെ. റൈറ്റ് സൈഡ് എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ബൈ ഡിനോമിനേറ്റർ എങ്ങനെയായിരുന്നു? എ പ്ലസ് ബി മൈനസ് ഓഫ് എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. ഇവിടെ ഇതേ പ്ലസ് ഇത് മണ്ടയ്ക്ക്, ഇതേ മൈനസ് ഇത് താഴെ. ഓക്കെ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. നമ്മൾ ഇതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതുപോലെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഒക്കെ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി അത് ഫോർമുല അറിഞ്ഞില്ലെങ്കിലും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി 2 sin x cos y എന്നാണ്, മറന്നുപോലെ. ഓക്കെ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ക്യാൻ ബി റിട്ടേൺ as 2 sin x cos y.
ഡിനോമിനേറ്റർ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 cos x sin y. ഓക്കെ, ഇതെല്ലാം റിസൾട്ടുകളാണ്. നമുക്ക് ഇതൊക്കെ ഓർത്തിരിക്കാൻ അത്ര ഈസി അല്ല. അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ 2 cos x sin y. ഇതെല്ലാം നിങ്ങൾ പഠിക്കാനുള്ളതാ, പക്ഷെ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ആവശ്യം വന്നില്ല. ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി. എന്താ സംഭവിക്കുന്നത്? പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എ പ്ലസ് എ എത്രയായി? 2a. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് ആകുമ്പോൾ മൈനസ് എ മൈനസ് മൈനസ് പ്ലസ് ബി. അങ്ങനെ വരുമ്പോൾ പ്ലസ് എയും മൈനസ് എയും വെട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് ബി ആൻസർ ആരായി? 2b. 2 ക്യാൻസൽ, 2 ക്യാൻസൽ, ഈ 2 ക്യാൻസൽ ആയി, ഈ 2 ക്യാൻസൽ ആയി. ബാക്കി സൈൻ എക്സ് കോസ് വൈ ബൈ കോസ് എക്സ് സൈൻ വൈ. ഇപ്പൊ നോക്കിക്കാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആരാന്നറിയാം? മണ്ടയ്ക്ക് ടാൻ എക്സ് എന്ന് എഴുതാമല്ലോ, ശരിയല്ലയോ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. പക്ഷെ ഇത് കണ്ടോ, കോസ് വൈ ബൈ സൈൻ വൈ. കോസ് വൈ ബൈ സൈൻ വൈ എന്ന് പറഞ്ഞാൽ ആരാത്? കോട്ട് വൈ, ശരിയല്ലയോ? സൈൻ ബൈ കോസ് ടാനാ, പക്ഷെ കോസ് ബൈ സൈൻ ആരാ? കോട്ട് വൈ. ഈ സീക്വൽ എത്ര കിട്ടി? എ ബൈ ബി. ഈ കോട്ട് വൈ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ടാൻ എക്സ് ഇൻറ്റു കോട്ട് വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ വൈ ആ മോനെ. ടാൻ എ ഈക്വൽ ടു 1 ബൈ കോട്ട് എ, കോട്ട് എ ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ എ. ഇവിടെ കോട്ട് വൈ ഈക്വൽ ടു 1 ബൈ ടാൻ വൈ ഈസ് ഈക്വൽ ടു എ ബൈ ബി. ഇപ്പൊ ടാൻ എക്സ് ഇൻറ്റു 1 ബൈ ടാൻ വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ബൈ ടാൻ വൈ ഈസ് ഈക്വൽ ടു അന്ന് കിട്ടി എ ബൈ ബി. ഓക്കെ, ആൻസർ എ ബൈ. ടാൻ എക്സ് ബൈ ടാൻ വൈയുടെ വാല്യൂ തന്നെയാണ് എ ബൈ ബി. ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളും പുതിയ ഓപ്പറേഷൻസുകളും നല്ല സിമ്പിളായിട്ട് സ്പീഡായിട്ട് ചെയ്തെങ്കിലേ എൻട്രൻസിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കറക്കി കുത്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇതേപോലെ ആകണമെന്നില്ല, പക്ഷെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. കാരണം ഞാനിപ്പം ഇതിന്റെ പല ടൈപ്പ് ഉണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മാക്സിമം ആൻഡ് മിനിമം. ഞാൻ ഇതൊന്ന് മാക്സിമം ആണ് ഇപ്പോൾ എഴുതുന്നത്. Find the maximum value of f of x equal to 5 sin x plus 12 cos x minus 4. ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ, ഈ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾക്ക് ആരെ കൊടുത്താൽ ഇതിന് കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു റിസൾട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇതുണ്ടോ? എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് അല്ലെങ്കിൽ എ സൈൻ എക്സ് മൈനസ് ബി കോസ് എക്സ്. ഇവിടെ പ്ലസ് മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഓക്കെ, എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടാവുന്ന ഇത്രയിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് ആരാ 12 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 25 പ്ലസ് 144. ഇതിനാണ് സ്ക്വയർ എടുത്തു. റൂട്ട് ഓഫ് 169. ആൻസർ ആരാണ്? 30. ഓക്കെ, 30. അപ്പൊ ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ നമുക്ക് ആരാമനെ 13. പക്ഷെ ഇവിടെ ആരുണ്ട്? ഒരു -4 ഇല്ലേ? 4 കുറെ ഉണ്ടായപ്പോ 13 - 4 ആൻസർ ആരാവും? 9. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ റിസൾട്ടുകളൊക്കെ വരാം കേട്ടോ. പല രീതിയിൽ കൂടെ വരാം. പക്ഷെ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്ര ഇങ്ങനെ 3 ടൈംസ് 2 ടൈംസ് ഒക്കെ വരുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. നിങ്ങൾ നല്ല നല്ല ക്വസ്റ്റ്യൻസുകളും മെത്തേഡ്സുകളും പുതിയ ക്വസ്റ്റ്യൻസുകളും നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടും കേട്ടോ. കാരണം എല്ലാം നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന വലിയ ക്വസ്റ്റ്യൻസുകളും പഠിക്കണം. അതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.